ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. കുറെ പേരുടെ റിക്വസ്റ്റിനനുസരിച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. വേറൊന്നുമല്ല, ബട്ടർ കോഫിയാണിത്. ലോ ഫാറ്റ് ഹൈ കാർബ് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു ഡ്രിങ്ക് ആണ് ഈ ബട്ടർ കോഫി. ഈ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഏറ്റവും നല്ല ബട്ടർ കോഫി ഉണ്ടാക്കുന്നത് എന്നാണ്. അതുപോലെ തന്നെ ബട്ടർ കോഫി ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാം, ഇത് രണ്ടുമാണ്. ആദ്യം നമുക്ക് ബട്ടർ കോഫി ഉണ്ടാക്കാം. ഇതിനുവേണ്ടി ആദ്യം നമുക്ക് ബട്ടറാണ് വേണ്ടത്. കഴിയുമെങ്കിൽ ഗ്രാസ് ഫീഡ് ബട്ടർ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അമൂലിന്റെ ബട്ടറാണ്. ഇവിടെ ഞാൻ 1 കപ്പ് കോഫിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് 20 ഗ്രാം ബട്ടറാണ്. ഇത് 100 ഗ്രാം ബട്ടറിന്റെ പാക്കറ്റാണ്. 20 ഗ്രാം ബട്ടർ ഈസിയായി എടുക്കുന്നതിന് വേണ്ടി ഈ 100 ഗ്രാം ബട്ടറിനെ ഈക്വൽ ആയിട്ട് 5 പീസാക്കി മുറിച്ചെടുത്താൽ മതി. ഇനി ഹോം മെയ്ഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ടേബിൾ സ്പൂണിൽ എടുക്കുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 14.2 ഗ്രാം ആണ്. ഈ അളവിൽ ടേബിൾ സ്പൂണിന് അനുസരിച്ച് ബട്ടർ എടുത്താൽ മതി. നല്ല നാടൻ പശുവിൻ പാല് വാങ്ങുന്നവരാണെങ്കിൽ അവർക്ക് ബട്ടർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ആ ബട്ടർ ഗ്രാസ് ഫീഡഡ് ആയിരിക്കുകയും ചെയ്യും. നമുക്ക് ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്ന ബട്ടർ അധികവും ഗ്രെയിൻ ഫീഡഡ് കവിൽ നിന്നും കിട്ടുന്ന പാൽ ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കുന്ന ബട്ടറാണ്. അത് മിഡിൽ ഭാഗത്തൊന്ന് മുറിക്കാം. ഇനി അതിന്റെ അപ്പുറം ഇപ്പുറമായിട്ട് കറക്റ്റ് മാർക്ക് ചെയ്യാം. ഇനി ഈസിയായി നമുക്ക് 5 പീസാക്കി മുറിച്ചെടുക്കാം. ബട്ടർ തൈരിൽ നിന്നും അതുപോലെ തന്നെ പാലിന്റെ പാടയിൽ നിന്നും ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കെരിഗോൾഡ് എന്ന ബട്ടറിന്റെ ബ്രാൻഡ് ഗ്രാസ് ഫീഡഡ് ആണ്. കഴിയുമെങ്കിൽ അത് ഉപയോഗിക്കുക. ഇത് ഓരോന്നും 20 ഗ്രാം വീതമാണ്. 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് ബട്ടർ ഉപയോഗിക്കാം. നമുക്ക് ഈ ബട്ടറിനെ കോഫി സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കോഫിയിലോട്ട് ബട്ടർ ചേർക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് സമയം പുറത്ത് വെക്കുന്നതാണ്. അത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്തെടുക്കാനും കഴിയും. ഇനി നമുക്ക് കോഫി തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ 2 കപ്പ് കോഫിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ചു വരട്ടെ. അടുത്തതായി വേണ്ടത് കോഫി പൗഡറാണ്. ചിക്കറി ചേർക്കാത്ത കോഫി പൗഡറാണ് വേണ്ടത്. ചിക്കറിയിൽ ഇൻസുലിനും പോളിസാക്കറൈഡും ഉണ്ട്, അതായത് നമ്മുടെ അന്നജത്തിന് സമാനമായിട്ടുള്ളത്. അതുകൊണ്ട് ചിക്കറി ഇല്ലാത്ത കോഫി പൗഡർ തന്നെ ഉപയോഗിക്കണം. ഇനി ബട്ടർ കോഫി തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് വേണ്ടത് ഒരു കോഫി ബീറ്ററാണ്. ഇത് ഞാൻ ഐക്കയിൽ നിന്ന് വാങ്ങിച്ച കോഫി ബീറ്ററാണ്. ഇതിന് പകരമായി മിക്സി ഉപയോഗിക്കാം. മിക്സി ഉപയോഗിക്കുകയാണെങ്കിൽ ജാറിലെല്ലാം ബട്ടർ ആവും. ഇങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ഗ്ലാസ്സിൽ തന്നെ എടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. എന്നാലും നന്നായി പതഞ്ഞ് ക്രീമിയായി വരണമെങ്കിൽ ഒന്നുകിൽ കോഫി ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മിക്സി കൊണ്ട് ബീറ്റ് ചെയ്യണം. നമ്മുടെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കോഫി പൗഡർ ചേർക്കാം. ഓരോരുത്തർക്കും എത്രത്തോളം കടുപ്പം വേണോ അതിനനുസരിച്ച് കോഫി പൗഡർ ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് ചേർക്കുന്നത്. നല്ല കടുപ്പം വേണമെങ്കിൽ 1.5 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ ഒക്കെ ചേർക്കാം. കോഫി പൗഡർ ഇട്ട ഉടനെ ഒന്ന് പതിഞ്ഞു പോകും. കോഫി പൗഡർ ഒന്ന് അലിഞ്ഞു പോകുമ്പോൾ എല്ലാം നിൽക്കും. ബട്ടർ കോഫി ഉണ്ടാക്കുന്നതിന് വേണ്ടി ലൈറ്റ് ആയിട്ടുള്ള കോഫി ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കാം. കടുപ്പം കൂടുന്നതിനനുസരിച്ച് കയ്പ് കൂടും. നന്നായി തിളച്ച് നല്ലൊരു ഫ്ലേവർ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ഗ്ലാസിന്റെ പകുതി ഭാഗം മാത്രം ഒഴിച്ചാൽ മതി. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി കൂടെ ഒഴിക്കാം. 2 ഗ്ലാസ്സിന് ഒഴിച്ചിട്ടുണ്ട്. ഇനി ബീറ്റ് ചെയ്യാം. ഞാൻ കോഫി ബീറ്റർ ഉപയോഗിച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. ഇനി ബ്ലെൻഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ചായ തിളപ്പിച്ച പാത്രത്തിലോട്ട് ബട്ടർ ചേർത്ത് ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. നല്ല ചൂടോടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്. ഒന്ന് ആവി പോയതിനു ശേഷം അടിച്ചെടുത്താൽ മതി. നന്നായി മിക്സ് ആയതിനു ശേഷം ഇതിനെ പതപ്പിച്ചെടുക്കാം. മുകൾ ഭാഗത്ത് വെച്ചൊന്ന് ബീറ്റ് ചെയ്താൽ മതി, പതഞ്ഞു വരും. ബീറ്റ് ചെയ്ത കോഫിയും അല്ലാത്ത കോഫിയും തമ്മിലുള്ള കളർ വ്യത്യാസം കണ്ടോ? പാലൊഴിച്ച ചായയുടേത് പോലെ ഇരിക്കും ബീറ്റ് ചെയ്ത കോഫി. ഇത് ഡിസൈൻ ഗ്ലാസ് ആയതുകൊണ്ട് ശരിക്കും കളർ മനസ്സിലാവുന്നില്ല. നമുക്ക് 2 ഗ്ലാസ്സിലെ കോഫിയും ബീറ്റ് ചെയ്തെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഈ ബട്ടർ കോഫി കുടിച്ചാലുള്ള ബെനിഫിറ്റ്സ് എന്തെല്ലാം എന്ന് നോക്കാം. നമ്മൾ സാധാരണ കോഫിയിലോട്ട് പഞ്ചസാരയോ അല്ലെങ്കിൽ വിപ്ഡ് ക്രീമോ എല്ലാം ചേർത്തിട്ടാണ് സെർവ് ചെയ്യാറ്. അത് കോഫി നല്ലൊരു ക്രീമി ആയി വരുന്നതിന് വേണ്ടിയാണ് ഈ വിപ്ഡ് ക്രീം എല്ലാം ചേർക്കുന്നത്. എന്നാൽ നല്ല ഒബേസിറ്റി ഉള്ളവർ, ഡയബറ്റീസ് അങ്ങനെയുള്ളവർക്കൊന്നും ഈ പഞ്ചസാരയോ വിപ്ഡ് ക്രീമോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ബട്ടർ ചേർക്കാം. ബീറ്റ് ചെയ്ത് കുടിക്കുന്ന കോഫി നല്ല ക്രീമി ആയിരിക്കും. അതുപോലെ തന്നെ ഒരിക്കലും പഞ്ചസാര ചേർക്കാത്ത ഒരു കുറവ് അതിലുണ്ടാവില്ല. അതായത് നമുക്ക് പഞ്ചസാരയ്ക്കും വിപ്ഡ് ക്രീമിനും പകരമായി ബട്ടർ ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് ബട്ടറിൽ omega-3 ഫാറ്റി ആസിഡ് ഉണ്ടാവും. നമ്മൾ സാധാരണ ഫിഷും ഫ്ലാക്സ് സീഡും വാൾനട്ടും ചിയ സീഡ്സും എല്ലാം കഴിക്കുന്നത് ഈ omega-3 ഫാറ്റി ആസിഡ് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഈ ബട്ടർ കോഫി ഉപയോഗിക്കുമ്പോഴും അതേ എഫക്റ്റ് തന്നെ കിട്ടും.
അതുപോലെ വൈറ്റമിൻ കെയുടെ നല്ലൊരു സോഴ്സ് ആണിത്. നമ്മുടെ ശരീരം മുറിയുകയാണെങ്കിൽ പെട്ടെന്ന് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിനും അതുപോലെ നമ്മുടെ എല്ലിനെല്ലാം നല്ല ബലം നൽകുന്നതിനെല്ലാം ഈ വൈറ്റമിൻ കെ സഹായിക്കുന്നുണ്ട്. ഈ ബട്ടർ കോഫി വൈറ്റമിൻ കെയുടെ നല്ലൊരു സ്രോതസ്സാണ്. അതുപോലെ ബട്ടറിൽ CLA അടങ്ങിയിട്ടുണ്ട്, അതായത് കോൺജുഗേറ്റഡ് ലിനോലിക് ആസിഡ്. ഇത് വെയിറ്റ് ലോസിനെ സഹായിക്കും. പ്രത്യേകിച്ചും വയറിന് ചുറ്റുമുള്ള ഫാറ്റിനെ കുറയുന്നതിന് ഇത് വളരെയധികം സഹായിക്കും. ഇത് കൂടാതെ നമ്മളെ ക്യാൻസറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. അതുപോലെ മസിൽ ഗ്രോത്തിനെ എല്ലാം സഹായിക്കും. നമ്മുടെ കോഫി നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ബാക്കിയുള്ള കോഫി കൂടെ ഒഴിക്കാം. നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഒഴിക്കാം. ഞാൻ 3/4 ഗ്ലാസ് ഒഴിക്കുന്നുള്ളൂ. ഇനി ഗ്ലാസ് മുഴുവനാക്കി വേണമെങ്കിലും ഒഴിക്കാം. അങ്ങനെയെങ്കിൽ ഈ കോഫിയുടെ മുകളിലെ ഈ ക്രീമി ആയിട്ടുള്ള പത പൊങ്ങി നിൽക്കും. അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഉടൻ തന്നെ സെർവ് ചെയ്യാം. ചൂടോടെ തന്നെ ഈ ബട്ടർ കോഫി കുടിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. ഇനി അടുത്ത ബെനിഫിറ്റ് നോക്കാം. ഈ ബട്ടർ കോഫി കുടിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വിശപ്പ് തോന്നുകയില്ല. നല്ല ഫുൾനെസ് ഫീൽ ചെയ്യും. അതുപോലെ കോഫിയിൽ ബട്ടർ ചേർക്കുന്നത് കൊണ്ട് തന്നെ കാലോറിക് വാല്യൂ കൂടും. അതുപോലെ തന്നെ ചിലർക്ക് കോഫിയുടെ ടേസ്റ്റ് ഒന്നും പറ്റില്ല, അതായത് മനം പുരട്ടിലൊക്കെ വരും. നമ്മൾ കോഫിയിൽ ബട്ടർ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അത് കുറയും. ഒരാളുടെ മാനസിക ആരോഗ്യത്തിൽ, അതായത് മെന്റൽ ഹെൽത്തിൽ ചെറുതല്ലാത്ത ഒരു പങ്കുണ്ട് ബട്ടർ കോഫിക്ക്. ഒരാളുടെ ഡിപ്രസീവ് ആയിട്ടുള്ള മൂഡിനെ എലിവേറ്റ് ചെയ്യും. അയാൾ നല്ല ആക്റ്റീവ് ആയിരിക്കും. പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് വെയിറ്റ് ലോസ്, അതായത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ ബട്ടർ സഹായിക്കും. ഇത്രയൊക്കെ ബെനിഫിറ്റ് ഉണ്ടെങ്കിലും ഈ ബട്ടർ കോഫി കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഉയർന്ന അളവിൽ കാലോറിയും സാച്ചുറേറ്റഡ് ഫാറ്റും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഫൈബർ, കാർബോഹൈഡ്രേറ്റ്, മറ്റുള്ള ന്യൂട്രിയൻസ് ഇവയെല്ലാം വളരെ കുറഞ്ഞ അളവിലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ്, മീറ്റ്, ഫിഷ് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. നമ്മുടെ ഈസിയും ടേസ്റ്റിയും ഹെൽത്തിയുമായ ബട്ടർ കോഫി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. എല്ലാവരും ഈ ഈസി ആയിട്ടുള്ള ബട്ടർ കോഫി ട്രൈ ചെയ്ത് നോക്കണം. നല്ല വിഭവങ്ങളുമായി നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.